എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ പാസ്റ്റർ കോശി ഈശോ. വള്ളിയും പുള്ളിയും അഥവാ ജോട്ട് ആൻഡ് ടൈറ്റിൽ എന്ന ഒരു യൂട്യൂബ് ചാനൽ എനിക്കുണ്ടായിരുന്നു. 15ഓളം വീഡിയോകൾ അതിൽ ചെയ്തിരുന്നു. എന്നാൽ ആ പേരിൽ ഒരുപാട് മറ്റ് പ്രത്യേകിച്ചും സിനിമ ലോകങ്ങളും മറ്റും അങ്ങനെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ആ ഒരു പേര് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ പേര് മാറ്റുകയും ആ യൂട്യൂബ് ചാനൽ നിർത്തലാക്കുകയും പകരം കിൻസ്മാൻ എന്ന പേരിൽ മറ്റൊരു ചാനൽ തുടങ്ങുകയും ചെയ്യുകയാണ്. വള്ളിയും പുള്ളിയും എന്ന് പേരിട്ടതിൻ്റെ പ്രധാന കാര്യം ദൈവവചനത്തിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അതിനെ പഠിപ്പിക്കുക ജനത്തെ എന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ കിൻസ്മാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചാർച്ചക്കാരൻ എന്നാണ്. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 25-ാം വാക്യത്തിലും രൂത്തിൻ്റെ പുസ്തകത്തിലുമൊക്കെ ചാർച്ചക്കാരൻ എന്ന് കാണുന്നു. ആ ചാർച്ചക്കാരന് വീണ്ടെടുപ്പുകാരൻ എന്നൊരർത്ഥമുണ്ട്. നമ്മുടെ കർത്താവ് ആയ വീണ്ടെടുപ്പുകാരൻ്റെ സ്മരണയ്ക്കായിട്ട് അങ്ങനെ ഒരു പേരിടുകയാണ്. മാത്രവുമല്ല ഇതിലൂടെ അനേക ദൈവിക സത്യങ്ങൾ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ ചിന്ത താങ്കൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യാനികൾ എന്ന പേരിൽ പല വിഭാഗങ്ങളുണ്ട്. അതിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്നാനായിക്കാരാണ്. ക്നാനായി തോമയുടെ വരവോടുകൂടി അദ്ദേഹത്തെ പിന്തുണച്ച ആൾക്കാർ, ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അവർക്ക് ഉള്ള കാര്യങ്ങൾ ബൈബിളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള വിചിത്രമായ ആരാധനകളും ആചാര അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് മാത്രമല്ല, ആ സമൂഹത്തിൽ നിന്ന് മറ്റൊരാൾ സമൂഹത്തിലേക്ക് വിവാഹബന്ധമോ മറ്റോ ഒന്നും നടത്തുകയില്ലായിരുന്നു ഈ അടുത്ത കാലം വരെ. അങ്ങനെ ആ സമൂഹം വളരെ ചെറുതായിപ്പോയി. കാരണം മറ്റാരെങ്കിലും വിവാഹം കഴിച്ചാൽ ആ കുടുംബത്തെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റുകയാണ്. ഇന്നിപ്പോൾ അതിന് വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമതായിട്ട് കത്തോലിക്കയുണ്ട്. കത്തോലിക്ക വിഭാഗത്തിൽ തന്നെ റോമൻ കാത്തലിക്കുണ്ട്, ലത്തീൻ കത്തോലിക്കയുണ്ട്, റീത്തുണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അവരുടെ പ്രധാന ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ അമ്മ വിശുദ്ധ മറിയത്തോടാണ്. മറിയത്തെ വിട്ടുള്ള യാതൊരു കാര്യത്തിലും അവർ ഇടപെടാറില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം പഠിപ്പിച്ചതിന്, ബൈബിൾ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ ഒരു കാര്യമാണ് മറ്റുള്ളവരെ ആരാധിക്കുക എന്ന് പറയുന്നത്. ദൈവം ആരാധന മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. ദൈവം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല, ഒരു വിഗ്രഹത്തിനും വിട്ടുകൊടുക്കുകയില്ല. 10 കൽപ്പനകളിൽ പറയുന്നത് യാതൊരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, നമസ്കരിക്കരുത്, ഭൂമിയിലോ സ്വർഗത്തിലോ സമുദ്രത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുതെന്നാണ്. എന്നാൽ അവർ അതാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത കൂട്ടം എന്ന് പറഞ്ഞാൽ യാക്കോബ ഓർത്തഡോക്സ് വിഭാഗങ്ങളാണ്. അതിൽ യാക്കോബക്കാർ ഫോട്ടോ വെച്ച് ആരാധിക്കുന്നു, ഓർത്തഡോക്സുകാർ രൂപം ഉണ്ടാക്കി ആരാധിക്കുന്നു. ഇനി താഴോട്ട് വരുമ്പോൾ പ്രൊട്ടസ്റ്റൻറ്റുകാർ മാർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് വരികയാണ്. അവർ ഇമാതിരിയുള്ള വലിയ കാര്യങ്ങളൊന്നുമില്ല, എന്നാലൊട്ട് പൂർണ്ണമായിട്ട് ദൈവിക ആരാധനയോട്ട് പോകുന്നുമില്ല, ഒരു അവിയല പരുവത്തിലങ്ങ് പോവുകയാണ്. പിന്നുള്ളത് പെന്തക്കോസുകാരാണ്. വേറെ ഒത്തിരി വിഭാഗങ്ങളുണ്ട്. നമുക്കറിയാം, ശബത്തുകാരുണ്ട്, അതുപോലെ സെവന്ത് ഡേ ഉണ്ട്, അതുപോലെ യഹോവ സാക്ഷികളുണ്ട്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. പിന്നെ ക്രിസ്തുവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. ആ ഭാഗം പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിയെ പറഞ്ഞ ആരാ? ജോസഫ് എന്നോ മറിയെന്നോ പേരിട്ട ഉടനെ അവൻ ക്രിസ്ത്യാനി ആവുന്നില്ല. ക്രിസ്ത്യാനി എന്ന് ഉള്ള പേര് ആർക്കായിരിക്കണം? ക്രിസ്തുവിനെ അനുകൂലിക്കുന്നവൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കണം ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് ആ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ പദവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നോക്കുക, നമ്മളൊരു കാറോ ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ എന്ത് വാങ്ങിച്ചാലും അതിനോടൊപ്പം തന്നെ നമുക്കൊരു മാനുവൽ കിട്ടും, ഒരു ചെറിയ പുസ്തകം, മനോഹരമായ ഒരു പുസ്തകം. അത് വെറുതെ അവർ തരുന്നതല്ല. ആ പുസ്തകത്തിനകത്ത് ആ സാധനം, ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട്. ഏതെല്ലാം പാർട്സാണുണ്ട്, അതെങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യരുതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നു. അതുപോലെ മനുഷ്യനെ നിർമ്മിച്ച ദൈവം മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു മാനുവലാണ് വിശുദ്ധ വേദപുസ്തകം അല്ലെങ്കിൽ ബൈബിൾ. ഈ ബൈബിളിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ സമൂഹത്തിലൂടെ എങ്ങനെ ഇടപെടണം, ദൈവത്തെ എങ്ങനെ ആരാധിക്കണം, ഈ കാര്യങ്ങളെല്ലാം
വ്യക്തമായിട്ട്, ഭാഗികമായിട്ടൊന്നുമല്ല, വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളാണ്. ഈ ബൈബിൾ കൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് ആ ബൈബിളിൽ പറയുന്നത് അനുസരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു വാഹനം വാങ്ങിച്ചു, ആ വാഹനത്തിന് കിട്ടിയ മാനുവൽ വെച്ച് അത് കൊണ്ടുപോയിട്ട് നമ്മൾ വാഷിംഗ് മെഷീൻ വാങ്ങിച്ച സ്ഥലത്തുനിന്ന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. വാഷിംഗ് മെഷീൻ്റെ മാനുവൽ എടുത്തിട്ട് വണ്ടി ഓടിക്കാനോ അല്ല അത് പണിയാനോ പറ്റത്തില്ല. പ്രൈസല്ല. ഓരോന്നിനും അതാതിൻ്റേതായിട്ടുള്ള മാനുവലുണ്ട്. ഹൈന്ദവന് ഭഗവത്ഗീതയും രാമായണവും ഒക്കെ ഉണ്ട്. മുസ്ലിമിനെ സംബന്ധിച്ച് ഖുർആനുണ്ട്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചുള്ളത് അവന് വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ്. ആ ബൈബിളിൽ ആദ്യം മുതൽ അവസാനം വരെയും ഇനി വരാനിരിക്കുന്നതിനെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് അനുസരിക്കണം. വളരെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമാണ്, കൽപ്പനകൾ അനുസരിക്കണം. ആരാധന എങ്ങനെയുള്ളതാണെന്ന് കർത്താവ് തന്നെ ഒരു ഉദാഹരണം പറഞ്ഞു. ശമരിക്കാരി സ്ത്രീ ചോദിക്കുകയാണ്, കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ ആരാധിച്ചു വന്നു, നിങ്ങൾ യഹൂദന്മാർ യെരുശലേം ദേവാലയത്തിൽ ആരാധിക്കുന്നു, ശരിക്കും എവിടെയാണ് ആരാധിക്കേണ്ടത്? അപ്പോൾ കർത്താവ് പറഞ്ഞത്, ആ മലയിലുമല്ല, സ്ത്രീ എൻ്റെ വാക്ക് വിശ്വസിക്കുക, ആ മലയിലുമല്ല യെരുശലേം ദേവാലയത്തിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു, ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം, തൻ്റെ ക്രൂശീകരണ സമയത്ത് പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞിട്ട് ഒരു കാര്യസ്ഥനെ അയക്കും, ആ കാര്യസ്ഥൻ വന്ന് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഉയരത്തിൽ നിന്ന് വരുന്ന ശക്തിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അതിനുശേഷം മാത്രമേ നിങ്ങൾ പ്രവർത്തനത്തിനായിട്ട് പോകാമൂ. അതിനുശേഷം നിങ്ങൾ യഹൂദയിലെ യെരുശലേമിലും ലോകത്തിൻ്റെ ശമരിയിലും ലോകത്തിൻ്റെ എല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളവും പോയി സുവിശേഷം പറയണം. ഒടുവിലായി പറഞ്ഞ കൽപ്പന 3 സുവിശേഷങ്ങളിലും പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ വിശ്വാസ സ്നാനം എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം 2 കാര്യം മാത്രമേ കർത്താവ് ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ആചരിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് കർത്തൃമേശ, ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ തിരുമേശ, തിരുവത്താഴം. അതുപോലെ തന്നെ സ്നാനം. വിശ്വസിക്കുന്നവൻ സ്നാനപ്പെടണം, രക്ഷിക്കപ്പെടുന്നവൻ സ്നാനപ്പെടണം, പാപത്തെക്കുറിച്ച് ബോധം വന്നവൻ സ്നാനപ്പെടണം. ഒരു കുഞ്ഞിനെ, ഒരു പാപമില്ലാത്തൊരു കുഞ്ഞിനെ, ഒരു പാപചിന്തകളില്ലാത്ത ഒരു കുഞ്ഞിനെ, അല്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത ഒരു കുഞ്ഞിനെ അതിൻ്റെ ദേഹത്ത് അല്പം വെള്ളം തളിച്ചാൽ അതൊരിക്കലും മാമോദീസ ആകുന്നില്ല, സ്നാനമാകുന്നില്ല. മാമോദീസ സ്നാനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കൂടുതലായിട്ട് ആ ഭാഗം പറയുന്നില്ല, ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും, വിശ്വസിക്കാതെ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് കർത്താവ് തന്നെയാണ് പറഞ്ഞത്. വേറെ ആരുമല്ല, ഒരു ഉപദേശമാരോ ബന്ധക്കോസ്തിയിലെ ഭാഷമാരോ അല്ല, ദൈവകൽപ്പനയാണ്. ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് നിത്യയെക്കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് എന്താ? കൽപ്പനകളെ അനുസരിക്കാം. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഏതാ? കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അപ്പനെയമ്മയെ ബഹുമാനിക്കുക, ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഞാൻ കുഞ്ഞിലേ മുതലേ ചെയ്യുന്നു വരുന്നു, ചെറുപ്പം മുതൽ ഇതൊക്കെ ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഇനി നിനക്കൊരു കുറവുണ്ട്, നീ പോയി നിനക്കുള്ളാലും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം കൽപ്പനകളെ അനുസരിക്കുക. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരിക്കുന്ന സകല കൽപ്പനകളെ അനുസരിക്കുക. എന്തുകൊണ്ടാണ് മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം ഈ 40 കൊല്ലത്തോളം മരുഭൂമിയിൽ ഉഴന്ന് നടക്കേണ്ടി വന്നതെന്ന് ചോദിച്ചാൽ അവരുടെ പിറുവിറുപ്പ്, അവരുടെ അനുസരണക്കേട്, അവരുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹാരാധന. പ്രൈസ് ദി ലോർഡ്. അവിടെ ഉണ്ടായിരുന്ന മിസ്രയീം ദേവന്മാരുടെ ആയിരുന്നു ഈ 10 ബാധകളിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും ആ ശക്തികൾക്കൊന്നും തന്നെ ഇവരെ രക്ഷിക്കാൻ കഴിവില്ല എന്ന് തെളിയിക്കുകയും ചെയ്തു കൊടുത്തു. എന്നിട്ടും അവരുടെ മനസ്സിൽ അതായിരിക്കുന്നത്. അതുകൊണ്ടാണ് വഴി വെച്ച് അങ്ങ് കാണാൻ ഒരു ദൈവത്തെ വേണം. ഇന്ന് പലരും പറയുന്നത് അതാ, എന്തോത്തി നോക്കിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ ഒരു സാധനമല്ലല്ലോ ദൈവം. മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണോ ദൈവം? മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ടും അവൻ്റെ ഭാവന കൊണ്ടും ഒരു ചിത്രം വരച്ചാൽ അത് ദൈവമാകുന്നില്ല. മനുഷ്യൻ അവൻ്റെ കഴിവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിനെ എത്ര കളറടിച്ച് വെച്ചാലും അത് ദൈവമാകുന്നില്ല. അതിനകത്തൊരു ദൈവശക്തിയില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കൈപ്പടയായ ക്ഷേത്രങ്ങളിൽ ദൈവം വാസം ചെയ്യുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു വിഗ്രഹത്തിനകത്തും ദൈവമോ ദൈവശക്തിയോ ഇല്ല.
ദൈവശക്തി വ്യാപരിക്കാത്തിടത്ത് വരുന്ന മറ്റൊരു ശക്തിയുണ്ട്, അതാണ് പൈശാചിക ശക്തി. അപ്പോൾ ഇവിടെയെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതാരാ? പൈശാചിക ശക്തിയാണ്, പിശാചാണ്. ഇത് പറയുമ്പോൾ അനേകർക്ക് പിടിക്കത്തില്ലെന്ന് എനിക്കറിയാം, പക്ഷേ സത്യം ഇതാണ്. നിങ്ങൾ ശരിക്കും ഈ വചനം എടുത്ത് വായിച്ചാൽ ദൈവം നിങ്ങളോട് സംസാരിക്കും. അങ്ങനെ ശിഷ്യന്മാരോട് പറഞ്ഞ പ്രകാരം അവർ യെരുശലേമിൽ ഒരു വീട്ടിൽ, പള്ളിയിലൊന്നുമല്ല, ഒരു വീട്ടിൽ, അവർ ഒരു മാളിക മുറിയിൽ അവിടെ ഇരിക്കാൻ 120 പേര്. അവിടെ കർത്താവിൻ്റെ അമ്മ വിശുദ്ധ മറിയയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും അവർ അന്യഭാഷകളിൽ സംസാരിച്ച് ഉച്ചത്തിൽ ബഹളമുണ്ടാക്കുകയും ചെയ്തു, ഇന്നത്തെ പെന്തിക്കോസുകാർ കാണിക്കുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കുറേ ആൾക്കാർ വന്നിട്ട് ഇവർ പൊതുവീഞ്ഞ് കുടിച്ച് ലഹരി പിടിക്കുക എന്ന് പറയുന്നു. അപ്പോൾ തന്നെ കുറച്ച് പേര് പറയുന്നു, ഇല്ല, ഇവർ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നു, അത് നമുക്ക് മനസ്സിലാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ചില ചോദ്യം ചോദിക്കുന്നു. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ പ്രസംഗിക്കുകയാണ്. പത്രോസൊക്കെ പ്രസംഗിക്കാൻ കാരണം ഈ ദൈവശക്തി അവനിലേക്ക് വന്ന, പരിശുദ്ധാത്മ വന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് 3 തവണ ഒരു ബാല്യക്കാർ ചോദിച്ചപ്പോൾ പോലും, എനിക്ക് യേശുവിനെയൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ അദ്ദേഹം യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുകയും അങ്ങനെ 3000 പേർ രക്ഷിക്കപ്പെടുകയും സഭയോട് ചേരുകയും ചെയ്തു. അപ്പോൾ അന്യഭാഷ പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് ഈ വിശുദ്ധ മറിയ ഉള്ളത്, പത്രോസ്ലീഹ ഉള്ളതെന്ന് മനസ്സിലാക്കണം. എത്ര പേർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധമുണ്ട്? എത്ര പേര് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്? ഇല്ല. ആ മറിയയ്ക്ക് ഒരു ആരാധന ആവശ്യമായിരുന്നു, മറിയയ്ക്കൊരു രക്ഷകൻ ആവശ്യമായിരുന്നു. മറിയ തന്നെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നവർ, ഞാൻ ദൈവത്തിൻ്റെ ദാസി അല്ലേ? പ്രൈസ് ദി ലോർഡ്. മറിയയ്ക്ക് ഒരു സ്ത്രീ ആയതുകൊണ്ട് മറിയയ്ക്കും ഒരു രക്ഷകനെ ആവശ്യമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മെ സഹായിക്കാനോ രക്ഷിക്കാനോ മരിച്ചുപോയ ആർക്കും കഴിയത്തില്ല, യേശുക്രിസ്തുവിനല്ലാതെ. വിശുദ്ധന്മാർക്കോ വിശുദ്ധമതികൾക്കോ ഒന്നും. അത് വളരെ വ്യക്തമായിട്ട് ധനവാൻ്റെയും ലാസറിൻ്റെയും കാര്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ച് തന്നെയാണ്. അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ്, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചവരെ വരച്ച് കിട്ടിയിരിക്കുക നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കുന്നതായിരുന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരു പിക്ചർ കർത്താവ് കൊടുക്കുന്നുണ്ട്. എന്താ? ധനവാനും ലാസറും അവർ മരിച്ചു. 2 പേരും നിമിഷ നേരത്തെ 40 ദിവസമോ 40 മണിക്കൂറൊന്നും ഇവിടെ കറങ്ങിയില്ല. നിമിഷ നേരത്തിനകത്ത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 2 പേരും പോകേണ്ട സ്ഥലത്ത് ചേർക്കപ്പെട്ടു. ധനവാന് വലിയ ആദരവോടുകൂടിയ, വലിയ ആഡംബരത്തോടു കൂടിയ നല്ല ശവസംസ്കാര ശുശ്രൂഷ കിട്ടി. പക്ഷേ മറ്റവന് അതൊന്നും കിട്ടിയില്ല. ആരോ തുണിക്കകത്ത് പൊതിഞ്ഞോ, എല്ലാം കൊണ്ടുപോയി പായ്ക്കകത്ത് പൊതിഞ്ഞോ എവിടെയെങ്കിലും കുഴിച്ചിട്ട് കാണും. ആ ശരീരത്തിലല്ല പ്രാധാന്യം, അതിനകത്ത് വസിക്കുന്ന ആത്മാവിനാണ്. ആത്മാവ് അബ്രഹാമിൻ്റെ മടിത്തട്ടുന്ന പറുദീസയിലും ധനവാൻ്റെ ആത്മാവ് യാതനാ സ്ഥലത്തും അവിടെ കിടന്ന് നരകിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, വെള്ളം വേണം, ലാസറിനെ ഇങ്ങോട്ടയക്ക്. അപ്പോൾ അബ്രഹാം പിതാവ് പറയുക, അങ്ങോട്ട് വരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ടും വരാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണം. മരിച്ച ഒരു വ്യക്തിക്കും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാനൊന്നും, വീട് സന്ദർശിക്കാനൊന്നും പറ്റത്തില്ല. അത് ബൈബിൾ വ്യക്തമാണ്. അപ്പോൾ പറയുന്ന, എന്നാൽ നാട്ടിലോട്ടൊന്ന് അയക്ക്, എൻ്റെ സഹോദരന്മാർ ഇങ്ങോട്ട് ഈ ആദരണ സ്ഥലത്ത് വരാതിരിക്കുകയാണ്. മരിച്ചതിന് ശേഷം മനസ്സിലായി ഉപദേശിമാരുടെയൊക്കെ പ്രസംഗത്തിൻ്റെ സത്യസന്ധത. അദ്ദേഹം പറയുകയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യേ, അങ്ങോട്ട് അയക്കാൻ പറയുമ്പോൾ അബ്രഹാം പിതാവ് സമ്മതിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം പറയുകയാണ്, മരിച്ചവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റത്തില്ല. അവിടെ അവർക്ക് മോശയും ന്യായപ്രമാണവും ഉണ്ടല്ലോ. അത് വിശ്വസിക്കാത്തവൻ ഇവിടുന്ന് ഒരാൾ ചെന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രമാണം, തിരുവചനം, വേദപുസ്തകമാണ് വിശ്വസിക്കേണ്ടത്. ഒരു പാരമ്പര്യത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല. പാരമ്പര്യത്തെ മുറിച്ച് കളയുന്ന അനുഭവം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ വരുന്നത്. കാരണം അബ്രഹാമിനെ വിളിച്ചപ്പോൾ എന്താ പറഞ്ഞേ? നിൻ്റെ ഊരും നിൻ്റെ പിതൃഭവനവും എല്ലാം വിട്ടിട്ട് പോകാനാണ് പറഞ്ഞേ. അതെല്ലാം വിട്ടിട്ടാണ് പോയത്. അല്ല, പാരമ്പര്യം കൊണ്ടിരിക്കാൻ പറഞ്ഞില്ല. ഒരു പാരമ്പര്യത്തിനും നമ്മെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒരു ശക്തിക്കും രക്ഷിപ്പാൻ കഴിയത്തില്ല. ഈ ലോകത്തിൽ നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവൻ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ലോകത്തിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള ഒരു നാമവും ഇല്ല. ഒറ്റ നാമം യേശു മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അമ്മയായ മറിയ വിശുദ്ധ സ്ത്രീയായിരുന്നു.
ആ സ്ത്രീയെ ദൈവം തിരഞ്ഞെടുത്തു, നല്ലതാ. പക്ഷേ അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയില്ല. നമ്മെപ്പോലെ തന്നെ അവരും മരിച്ചു, അടക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർക്കൊരിക്കലും നമുക്ക് വേണ്ടി അപേക്ഷിപ്പാനോ സഹായിക്കാനോ കഴിയില്ല. അതുപോലെ അവരോട് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല. ഡയറക്റ്റ് നമുക്ക് കർത്താവിനോട് സംസാരിപ്പാം. ഇന്നും നമ്മൾ കർട്ടൻ്റെ പുറകിൽ മറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. കർത്താവ് മരിക്കുന്ന സമയത്ത് യെരൂശലേം ദേവാലയത്തിലെ തിരശ്ശീല മേൽ തൊട്ടടിയോളം ചീന്തിപ്പോയി. എന്ന് വെച്ചാൽ ദൈവം തന്നെ തിരശ്ശീല ചീന്തി മാറ്റി, നടുച്ചോറ് ഇടിച്ചു മാറ്റി. യജമാനനും അടിമകളുമായിട്ടിരുന്നവരെ, ദൂരസ്ഥരായിരിക്കുന്നവരെ സമീപസ്ഥരാക്കി. പ്രൈസ് ദി ലോർഡ്. മധ്യസ്ഥനായ യേശുക്രിസ്തു മാത്രം, വേറെ ഒരു മധ്യസ്ഥനുമില്ല. നിങ്ങൾ വിളിക്കുന്നതൊക്കെ വെറുതെയാ. വേറെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ വെറുതെയാ. ആർക്കും സഹായിപ്പാൻ കഴിയത്തില്ല. മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തുവിനല്ലാതെ ആർക്കും നമ്മെ സഹായിപ്പാനോ രക്ഷിപ്പാനോ കഴിയില്ല. അപ്പോഴെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ വചനം അനുസരിക്കണം, കൽപ്പനകളെ അനുസരിക്കണം. ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ കൽപ്പനകളെ പാലിച്ചേ പറ്റൂ. അതിനേറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മുടെ വിഗ്രഹാരാധനയാണ്, അന്യാരാധന. അത് ദൈവം സഹിക്കാത്തൊരു കാര്യമാണ്. ദൈവം അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മ്ലേച്ഛത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ മുഴുവൻ പറഞ്ഞിരിക്കുന്ന വിഗ്രഹം മ്ലേച്ഛതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞ് യേശുവിൻ്റെ ഉണ്ടാക്കാൻ പറഞ്ഞില്ല, മറിയയുടെ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് സ്വർഗത്തിലോ ഭൂമിയിലോ സമുദ്രത്തിലുള്ള യാതൊന്നിൻ്റെ പ്രതിമ ഉണ്ടാക്കി നമസ്കരിക്കുക ചെയ്യരുത്, അല്ലേ? പിന്നെ നമുക്കറിയാമല്ലോ, അവയ്ക്ക് ശ്വാസമില്ല, അവയ്ക്ക് വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, കണ്ടുണ്ടെങ്കിലും കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും കേൾക്കുന്നില്ല, അവയുണ്ടാക്കുന്ന റോയെപ്പോലെ ആകുന്നു. അതിനെ നമ്മൾ കൊണ്ട് ഒരിടത്ത് ആണിയടിച്ച് നിർത്തും, അതവിടെ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. അതിനൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതിലൂടെ ദൈവം പ്രവർത്തിക്കത്തില്ല. അതിലൂടെ പ്രവർത്തിക്കുന്ന പിശാചും ആത്മരൂപിയാണ്. അവന് ഇരിപ്പാനൊരു സ്ഥലം വേണം. അപ്പോൾ പിശാചിന് ഇരിക്കാൻ വേണ്ടി ഒരു സ്ഥലമാണ് നമ്മൾ ഒരുക്കി വെച്ച് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കണം. അയാൾ പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നിങ്ങൾ ഈ ധനവാൻ പോയ യാതനാ സ്ഥലത്ത് പോകാതിരിക്കണമെങ്കിൽ, നിത്യതയിൽ പറുദീസിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ കൽപ്പനകളെ അനുസരിക്കണം, വിശ്വാസ സ്നാനം സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ, രക്ഷിക്കപ്പെട്ടെങ്കിൽ മാത്രമേ, വീണ്ടും ജന്മം പ്രാപിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ യഥാർത്ഥ ക്രിസ്ത്യാനിയാകുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ തള്ളിക്കളയുന്നവന് ഒരിക്കലും ക്രിസ്ത്യാനി എന്ന് പറയാൻ യോഗ്യതയില്ല. ക്രിസ്തു പറഞ്ഞ എന്താ? കൽപ്പനകളെ അനുസരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. മറിയോട് എന്ന് മറിയ പറഞ്ഞ, അവൻ എന്തെങ്കിലും കൽപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുവീൻ, എനിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല, അല്ലേ? ആരെയും ആക്ഷേപിക്കുമല്ല പ്രിയപ്പെട്ടവരെ, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളാരും നശിക്കാതിരിക്കാൻ, രക്ഷിക്കപ്പെടുക. ലോകത്തിൽ 2 പ്രാവശ്യം ജനിച്ചാൽ വീണ്ടും ജന്മം പ്രാപിച്ചവന് ഒരു മരണമേ ഉള്ളൂ. അതല്ല, വീണ്ടും ജന്മം പ്രാപിക്കുന്നില്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവന് 2 മരണമുണ്ട്. ഈ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനൊക്കെ ക്ഷുദ്രക്കാർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ, ഇവരെല്ലാം തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് 2ാം മരണം. ഉണ്ട്. 2ാം മരണത്തിലേക്ക് പോകാതെ 1ാം മരണം കൊണ്ട് തീർന്ന് കർത്താവിനോടുകൂടെ വസിപ്പാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യണേ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ കാണുകയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. യഥാർത്ഥത്തിലുള്ള ശരിയായ വചന പഠനത്തിന് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ചെയ്യണം. അതിനുപരിയായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.